ഇത് പഴയകാല ഒരു മസ്ജിദാണ്. ഈ ഒരു ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട പൊളിഞ്ഞു കിടക്കുന്ന കംപ്ലീറ്റ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റിയാദിൽ നിന്ന് ഒരു 10-250 കിലോമീറ്റർ ബുറൈദ റൂട്ട് പോയാൽ കാണുന്ന മജ്മ എന്നുള്ള ഒരു പുരാതന സൃഷ്ടിയാണ്. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ടാവും. നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹായ് തരാൻ മറക്കണ്ട. അതുപോലെ തന്നെ മജ്മയുടെ നിങ്ങളുടെയൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ജസ്റ്റ് തന്നെ പാസ് ചെയ്തപ്പോൾ മദീനയിൽ നിന്ന് റിയാദിലേക്ക് പാസ് ചെയ്തപ്പോൾ ഈ സ്ഥലം കണ്ടു. നമ്മുടെ കസിനോട് വർക്ക് ചെയ്യുന്നുണ്ട്, തൊട്ടടുത്തിരിക്കുന്ന കസിനാണ്. അപ്പോൾ അവൻ്റെ വീട്ടിലൊന്ന് സ്റ്റേ ചെയ്തപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇത് ഈ ഒരു മജ്മയിലെ ഒരു വെള്ളിയാഴ്ച മാത്രം തുറക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇത് പച്ചക്കറി മാർക്കറ്റാ? പച്ചക്കറി മാർക്കറ്റ്. പച്ചക്കറി എല്ലാ നാടൻ വിഭവങ്ങളും കിട്ടും. വെള്ളിയാഴ്ച മാത്രം ഉണ്ടാവുള്ളൂ? ആഴ്ചയിൽ ഒരു ദിവസം മാത്രം, വെള്ളിയാഴ്ച. ഇവിടെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന എല്ലാ സൗദികളും അതേമാതിരി ബംഗാളികളും ആൾക്കാരെ കൂട്ടി കൊടുത്തിട്ട് അവർ എന്താണ് അവർ പ്രൊഡക്റ്റ് ചെയ്തത്, പ്രൊഡ്യൂസ് ചെയ്തത് അവരോട് കൂടി കൊടുത്തിട്ട് വെക്കും. അതാണ് അവരുടെ സാലറി ഇവിടെ. ബീഫ്, ആട് എല്ലാം കിട്ടുന്ന മാർക്കറ്റ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ്. ഇത് ചരിത്രാധിപരമായിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. അതിന്റെ കവാടൊക്കെ ഉണ്ടോ? പഴയൊരു ഹിസ്റ്റോറിക്കലാണ് സംഭവം. ഇതിന്റെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ഇതുപോലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുറച്ച് കാണാൻ വിഷയമാണ്. കുറെ ബിൽഡിങ്ങുകളവിടെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിലൂടെ നല്ല റൂമുകളുണ്ട്. നമ്മളെ മലയാളികൾ അടക്കം താമസിക്കുന്നുണ്ട് അതിനകത്ത്. ശരി. പുള്ളി മണ്ണുകൊണ്ടുണ്ടാക്കിയ ബിൽഡിംഗ് കേട്ടോ. കുറെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. കുറെ അവർ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഈ ബിൽഡിങ്ങൊക്കെ കുറെ ഏരിയ പൊളിഞ്ഞിട്ടുണ്ട്. ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന കംപ്ലീറ്റ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ്. അതേപോലെ അവർ റിനോവേഷൻ ചെയ്യേണ്ടതില്ല. അവർ സാങ്ഷൻ കൊടുത്തിട്ടാണ് ഒരു ബാക്കി റിനോവേഷനും കാര്യങ്ങളും എല്ലാം ഇത് അപ്രൂവൽ കൊടുക്കുക. മിക്കവാറും ഇത് പലതും റിനോവേറ്റ് ചെയ്ത് എടുത്ത് തന്നെ ആയിരിക്കും. ഒരുപാട് കാലത്തെ പഴക്കമുണ്ടാവും. ഈ ബിൽഡിംഗ് ഇതൊരു പള്ളിയാണ്. ഇതിലൊക്കെ കണ്ടോ, അത് റിനോവേറ്റ് ചെയ്തതാണ്. ഇതിന്റെ ഇത് കണ്ടാലേ ഇഷ്ടംപോലെ വീടുകളുണ്ട്. കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഇത് ഏരിയ പോലത്തെ അല്ലത്, ഒരുപാട് ഏരിയകളുണ്ട് ഇതിൻ്റെ. നല്ല ഇപ്പം ഈ നട്ടുച്ച സമയത്തായതുകൊണ്ട് ഞാൻ അതിൽ ഇറങ്ങി നടക്കുന്നില്ല. ഇത് പഴയകാല ഒരു മസ്ജിദാണ്. ഈ ഒരു ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട. ഇതിനകത്തോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. അടിപൊളി. എനിക്കൊണ്ടത് റിയാദിൽ ദരിയ എന്നൊരു സ്ഥലത്ത് ഇതുപോലത്തെ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസ് ഉണ്ട്. അതിൽ കൂടുതലായിട്ടുള്ള കുറേ ബിൽഡിങ്സ് ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ ഇന്ത്യക്കാർ വിദേശികൾ താമസിക്കുന്നുണ്ട്. അതെ, വിദേശികൾ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. ഇതിനകത്തോട്ടൊക്കെ ഒരുപാട് കല്ലുകളുണ്ട്. ഞാനിപ്പോൾ വന്നതൊരു നട്ടുച്ച സമയമാണ്, അതുകൊണ്ട് അകത്തോട്ടും പോകുന്നില്ല. ആ ടവറിന്റെ മേലെ നമുക്ക് കയറാൻ പറ്റും. ഈവൻ വണ്ടി പോകും അങ്ങോട്ട്. പിന്നെ അതിന്റെ ആ ടവറിന്റെ മേലെ നമുക്ക് ആക്സസ് ഉണ്ട്, ഏറ്റവും മേലേക്ക്. മജ്മ ഓവർവ്യൂ, മജ്മന്റെ ഒരു ഓവർവ്യൂ കംപ്ലീറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പഴയ കോഫി ഷോപ്പ് കേട്ടോ. ഇവിടുത്തെ വൈബ് സ്ഥലമായിരിക്കും. ഭയങ്കര വൈബാണ്. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പഴയ ഈ നമ്മളെ ആന്റിക് സാധനങ്ങളുണ്ടല്ലോ, കംപ്ലീറ്റ് പഴയ റേഡിയോ, മരത്തിന്റെ റേഡിയോ എല്ലാം, ഹിറ്റാച്ചിന്റെ ഒക്കെ റേഡിയോ ആ കാലത്ത്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം, ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം അതിനുണ്ട്. അതേമാതിരി നമ്മളെ പഴയ ഗ്രാമഫോണ്, ടെലിഫോണുകൾ, പിന്നെ ഫസ്റ്റ് ഇറങ്ങിയ റേഡിയോ പ്ലസ് ടാപ്പ് റെക്കോർഡ് എല്ലാം അതിൻ്റെ ഉള്ളിനകത്തുണ്ട്. വൈകുന്നേരം നല്ല ചില്ലായിരിക്കും. വൈകുന്നേരം നല്ല ചില്ല ചെയ്യാം, ഗാവ കുടിക്കാം, നല്ല ഗാവ കുടിക്കാം. മസർകാട്ട് നമ്മളിപ്പോ നേരത്തെ കണ്ട മാർക്കറ്റിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളും ഈ ഏരിയയിൽ നിന്ന് വരുന്നതാണ്. പൊതുവെ ഇത്തരം ചെറിയ സിറ്റികളിലായിരിക്കും കൂടുതൽ മസറുകളുണ്ട്.
പക്ഷെ പോരാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ കിങ് ഫൈസൽ എയർവേസ് അക്കാഡമി വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നല്ലവണ്ണം വെള്ളം ഒഴുകിയിരുന്ന സ്ഥലമാണത്. ഒരു ചെറിയൊരു അണക്കെട്ടായിരുന്നു ഇത്. ഇതിന്റെ വലിയൊരു അണക്കെട്ട് നമുക്ക് അപ്പുറത്തുണ്ട്. ഒരു പക്ഷെ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ശരിക്കും നാട്ടിൽ പുഴ പോലെ തന്നെ ഒരു സ്ഥലമാണിത്. ഒരുപാട് വെള്ളം ഒഴുകിയിരുന്ന സ്ഥലമായിരുന്നു. അതായത് മജ്മ എന്ന് പറഞ്ഞ പണ്ട് യൂട്യൂബിൽ അടിച്ചാൽ ഇപ്പൊ കുറച്ചൊക്കെ മഴ പെയ്തിട്ട് വെള്ളമുണ്ട്. പഴയ മജ്മയുടെ വീഡിയോ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് വെള്ളം ഒഴുകിയിരുന്ന സ്ഥലമാണ്. അതിൽപ്പെട്ട ഒരു പാട്ടാണിത്. ഒരുപാട് മുട്ടക്കുന്നുകളാണ്. കംപ്ലീറ്റ് വിജനമായ സ്ഥലമാണ് കിടക്കുന്നത്. ഇവിടെ നമ്മുടെ സൗദി റോയൽ എയർഫോഴ്സ് ഉണ്ടല്ലോ, അവരുടെ എയർബേസ് അക്കാഡമിയാണ് ഇവിടെ. അതിന്റെ പ്രൊജക്ട് അല്ലേ കമ്പനി ചെയ്യുന്നത്? അതിന്റെ പ്രൊജക്ട് നമ്മുടെ കമ്പനി ചെയ്തോണ്ടിരിക്കുന്നത്. അതിന്റെ എയർബേസും പുതിയ അതിന്റെ എയർബേസ്, റൺവേ, പിന്നെ ഫാമിലി ഹൗസിംഗ്, ബാച്ചിലർ ഹൗസിംഗ്, പിന്നെ 5000 വില്ലാസ്, ഒരുപാടുണ്ട്. ഭയങ്കര വലിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. 72 കിലോമീറ്ററോളം ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അത്രത്തോളം ഭൂവിസ്തൃതി ഉണ്ടായിരുന്നു. ഇത് പഴയ കെട്ട് പുതുക്കിയതാണ്, ഉള്ളതാണ്. ഇത് നമ്മളെ അവിടെ വർക്ക് ചെയ്യുന്ന സൗദിന്റെ റിലേഷന്റെ ആണ് ഈ സ്ഥലം, ഈ കോമ്പൗണ്ട്. മസറാണ്. പഴയ അവരെ ബംഗാളികളും പണിക്കാരൊക്കെ താമസിക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഇവിടെ നമ്മൾ ഇടക്കിടക്ക് വരുന്ന ഒരു സ്ഥലമാണിത്. ഇത് നമ്മളെ വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ. ഈ ഫാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അയാൾക്ക് ഷെയർ ഇല്ലാതാണ് ഇതിനകത്ത്. ഇതിനകത്ത് ഒരുപാട് സംഗതി അടിപൊളി വരാട്ടോ, ചില്ല് സ്ഥലമാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇവര് കുതിരനെ ഇറക്കും, മുട്ട കണ്ട് എല്ലാ പെറ്റ്സും ഉണ്ടാവും ഇവിടെ. അടിപൊളി വൈബ് സ്ഥലം. ഇതിനകത്ത് പോയി നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് രാത്രി കഴിഞ്ഞാൽ അവര് ഉണ്ട് കുട്ടികൾക്കെല്ലാം പാർക്ക് അവിടെ ഈ എയർ ബാഗ് എല്ലാം ഉണ്ടല്ലോ, എന്തിനു പറയാ, അയർ ബലൂൺ, ഇതൊക്കെ കംപ്ലീറ്റ് അവര് ആക്റ്റീവ് ആക്കും വൈകിട്ട്. പിന്നെ ഗാവ് കിട്ടും, ഒരുപാട് സാധനം കിട്ടും. ഒരുപാട് ഇതിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട്. എൻട്രി ഫീ ഇല്ല. ഇവിടെ എന്തെങ്കിലും റൈഡുകൾ നമുക്ക് ഉപയോഗിക്കാണ്ടെങ്കിൽ അതിന് പൈസ കൊടുക്കാം. പിന്നെ അവിടെ ചായ, ഗാവ എല്ലാം കിട്ടും. പിന്നെ കംപ്ലീറ്റ് ആട്, കോഴി, താറാവ് എല്ലാം അതിനുള്ളിൽ വളർത്തുന്നുണ്ട്. കിണറുകളൊക്കെ ഉണ്ട് ഉള്ളിൽ. ശരിക്കും നമുക്ക് വെള്ളം മുക്കിയെടുക്കാൻ പറ്റുന്ന കിണറുകളൊക്കെ ഉണ്ട് അതിനുള്ളിൽ. അത്യാവശ്യം വെള്ളമുണ്ട്. ചെറിയൊരു പുഴ ഉണ്ടോ? നല്ലോണം വെള്ളം ഒഴിക്കുന്ന സ്ഥലമാണ്. മഴ ചെയ്താൽ കുത്തിരിച്ചു. ഇപ്പൊ മഴ ചെയ്തിട്ട് 2 ദിവസം മുന്നേ മഴ ചെയ്തില്ല. എന്താ വെള്ളമാണ്. നല്ല ഗ്രീനറി കേട്ടോ, നല്ല ഫാമുകളുണ്ട്. ആ കാണുന്ന വ്യൂ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യൂ പോയിന്റ് ആണ്. എത്രത്തോളം വീഡിയോയിൽ വ്യക്തമായിട്ട് അറിയില്ല. 3x ഇട്ടാ കുറെ കിട്ടുന്നുണ്ട്. ആക്സസ് ഇട്ടത് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം ഭയങ്കര വെയിലാണ്. അതൊരു ഫോട്ടോ അതോടോ, പഴയ ഫോട്ടോ ആണ് സംശയമുണ്ട് അല്ലേ? അങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ കയറാം. അത് ഖബറിസ്ഥാൻ കേട്ടോ, മജ്മയില്. നിങ്ങൾ വന്ന റോഡാണ് കാണുന്നത് കേട്ടോ. ആ ദൂരെ കാണില്ല. ആ ദൂരെ കാണുന്നത് ഹൈവേ, വന്ന ഹൈവേ.